സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്നതിനെക്കുറിച്ചോ അവരെ ശകാരിക്കുന്നതിനെക്കുറിച്ചോ അല്ല ഈ വീഡിയോ. ഒരു സ്ത്രീയുടെ വായിൽ നിന്ന് യഥാർത്ഥ സത്യം നിങ്ങളോട് പറയുന്നതിനെക്കുറിച്ചാണ്. അതിനാൽ എന്താണ് തെറ്റ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് ചിന്തിക്കുന്നത് നിർത്തി ഈ ചലനാത്മകത യഥാർത്ഥത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ തുടങ്ങാം. കാരണം അതെ, അടയാളങ്ങളുണ്ട്. ഒരു സ്ത്രീ താൻ അവഗണിച്ച പുരുഷനെ മിസ് ചെയ്യാൻ തുടങ്ങുന്ന സൂക്ഷ്മമായ മാനസിക നിമിഷങ്ങളുണ്ട്. നിങ്ങൾ മുമ്പ് നിസ്സാരമായി കരുതപ്പെട്ട ഒരു പുരുഷനാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പിന്നോട്ടു പോയി നിശബ്ദതയിൽ അവൾക്ക് എന്തു തോന്നുമെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഇത് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു സ്ത്രീ പിന്മാറുകയോ അവൾ ശ്രദ്ധിക്കുന്നില്ലെന്ന് പെരുമാറുകയോ ചെയ്യുമ്പോൾ അത് പലപ്പോഴും ഒരു പരീക്ഷണമാണ്. നിങ്ങൾ അവൾക്ക് വേണ്ടി എത്രമാത്രം പോരാടുമെന്ന് കാണാനുള്ള ഒരു മാർഗമാണ്. പക്ഷേ നിങ്ങൾ അകന്നുപോയാൽ അത് അവളുടെ സിസ്റ്റത്തെ ഞെട്ടിക്കുന്നു. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ അവൾ നിങ്ങൾ പിടിച്ചു നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. നിങ്ങൾ അങ്ങനെ ചെയ്യാത്തപ്പോൾ അവൾ നിങ്ങളുടെ സാന്നിധ്യം, നിങ്ങളുടെ ശബ്ദം, നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങളുടെ വിശ്വാസ്യത എന്നിവയെ എത്രമാത്രം ആശ്രയിച്ചിരുന്നുവെന്ന് അവൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നു. അവൾ ഒരിക്കൽ അവഗണിച്ച കാര്യങ്ങൾ അവൾ കൊതിക്കാൻ തുടങ്ങുന്ന കാര്യങ്ങളായി മാറുന്നു. നിങ്ങൾ എത്തിച്ചേരുന്നത് നിർത്തുന്നു. അപ്പോഴാണ് അവൾക്ക് എന്താണ് നഷ്ടപ്പെടുന്നതെന്ന് മനസ്സിലാവുന്നത്. അവളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശം കാര്യം, ഇപ്പോൾ നീ മാറിയതിനാൽ അവൾക്ക് നിർത്തിയിടത്ത് നിന്ന് തിരികെ പോകാൻ കഴിയുന്നില്ല. നീ ഇനി പിന്തുടരുന്നില്ല. നീ ഇനി നിന്റെ ഊർജം സ്വതന്ത്രമായി നൽകുന്നില്ല. പെട്ടെന്ന് അവൾക്കാണ് അലഞ്ഞുതിരിയേണ്ടി വരുന്നത്. ആ മാറ്റം അപ്പോഴാണ് നഷ്ടം ആരംഭിക്കുന്നത്. 2. നമ്മൾ വിലമതിക്കാത്ത നീ ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഓർക്കുന്നു. വലിയ ആംഗ്യങ്ങൾ കാരണം ഞങ്ങൾ നിങ്ങളെ മിസ് ചെയ്യുന്നില്ല. ചെറിയ കാര്യങ്ങൾ കാരണമോ, നിങ്ങളത് ചെയ്യുന്നത് നിർത്തുന്നതുവരെ ഞങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ കാരണമോ ഞങ്ങൾ നിങ്ങളെ മിസ് ചെയ്യുന്നു. വിലയേറിയ അത്താഴങ്ങളെക്കുറിച്ചോ അമിതമായ ആശ്ചര്യങ്ങളെക്കുറിച്ചോ അല്ല ഇത്. നിങ്ങൾ എങ്ങനെ ഞങ്ങൾക്ക് സുപ്രഭാതം സന്ദേശങ്ങൾ അയക്കാറുണ്ടായിരുന്നു എന്നതാണ് കാര്യം. ഞങ്ങൾ ക്ഷീണിതരായിരിക്കുമ്പോൾ, ഞങ്ങൾ സുഖമായിരിക്കുന്നതായി നടിച്ചപ്പോഴും നിങ്ങൾ എങ്ങനെ ശ്രദ്ധിച്ചു? പൂക്കളുമായല്ല, മറിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട ലഘുഭക്ഷണവുമായാണ് നിങ്ങൾ എങ്ങനെ പ്രത്യക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ മറ്റാരും ശ്രദ്ധിക്കാത്ത എന്തെങ്കിലും ഞങ്ങൾ ഇടയ്ക്കിടെ പറഞ്ഞതായി നിങ്ങൾ ഓർക്കും. നിങ്ങൾ ഞങ്ങളെ എങ്ങനെ അനുഭവിപ്പിച്ചു എന്ന് ഞങ്ങൾ ഓർക്കുന്നു. സുരക്ഷിതം, കേട്ടത്, തിരഞ്ഞെടുത്തത്. പക്ഷെ ഇതാണ് കാര്യം, ആ സമയത്ത് ഞങ്ങൾ അതെല്ലായ്പ്പോഴും വിലമതിച്ചിരുന്നില്ല. ഞങ്ങൾ അതിനോട് പൊരുത്തപ്പെട്ടു. സുഖകരമായിരുന്നു, ഒരുപക്ഷെ അല്പം അവകാശപ്പെട്ടതായിരിക്കാം. നിങ്ങൾ ആരാണെന്ന് ഞങ്ങൾ കരുതി. നല്ല വ്യക്തി, എപ്പോഴും കരുതുന്ന, എപ്പോഴും നൽകുന്ന, എപ്പോഴും പ്രത്യക്ഷപ്പെടുന്ന ഒരാൾ. നമ്മുടെ സ്വന്തം മാനസികാവസ്ഥകളിലോ നിരാശകളിലോ സ്വാർത്ഥ നിമിഷങ്ങളിലോ ഞങ്ങൾ കുടുങ്ങിയപ്പോൾ നിങ്ങളുടെ ശ്രമങ്ങൾ അദൃശ്യമായതുപോലെ അതൊന്നും പ്രധാനമല്ലെന്ന് ഞങ്ങൾ നിങ്ങളെ തോന്നിപ്പിച്ചിരിക്കാം. പക്ഷെ നീ പോയിക്കഴിഞ്ഞാൽ അതേ കാര്യങ്ങൾ ഉച്ചത്തിൽ പ്രതിധ്വനിക്കുന്നു. ആ സ്ഥിരവും ശാന്തവുമായ സാന്നിധ്യം നമുക്ക് നഷ്ടമാകാൻ തുടങ്ങുന്നു. ക്രെഡിറ്റ് ചോദിക്കാതെ നീ ഞങ്ങളെ പിന്തുണച്ച രീതി, ഞങ്ങൾ ഞങ്ങളുടെ കഴിവിൽ മികച്ചവരല്ലാത്തപ്പോൾ നീ ഞങ്ങളോട് ക്ഷമിച്ച രീതി, നീ അത് ചെയ്യുന്നത് നിർത്തിയതുകൊണ്ടല്ല, മറിച്ച് മറ്റാരും അത് ചെയ്യാത്തതുകൊണ്ടാണ് ഞങ്ങൾക്കത് അനുഭവിക്കുന്നത്. ഓരോ പുതിയ പുരുഷനെയും ഞങ്ങൾ നിങ്ങളുമായി താരതമ്യം ചെയ്യാൻ തുടങ്ങുന്നു. മിക്ക സ്ത്രീകളും പറയാത്ത സത്യസന്ധമായ സത്യമിതാണ്. ശ്രദ്ധിക്കാത്ത, നമ്മൾ കാണുന്ന രീതിയിൽ നമ്മളെ കാണാത്ത പുരുഷന്മാരുടെ അടുത്ത് നമ്മൾ കാണുമ്പോൾ അപ്പോഴാണ് ഖേദം തോന്നുന്നത്. കാരണം ഇപ്പോൾ നമുക്കത് മനസ്സിലാകും. നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാളെ മാത്രമല്ല നമുക്ക് നഷ്ടമായതെന്ന് നമുക്ക് മനസ്സിലാകും. യഥാർത്ഥത്തിൽ കരുതലുള്ള ഒരാളെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ലഭിച്ചതിനേക്കാൾ കൂടുതൽ നൽകിയ ഒരാളെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. വൈകാരികമായി ബുദ്ധിമാനും അവബോധമുള്ളവനും സാന്നിധ്യമുള്ളവനുമായ ഒരാൾ. അത്തരത്തിലുള്ള ഒരു മനുഷ്യൻ, അവൻ അപൂർവമാണ്. നമ്മൾ കിടക്കയിൽ കിടക്കുമ്പോൾ, ഫോണുകൾ സ്ക്രോൾ ചെയ്യുമ്പോൾ, നമ്മെ ഓർമ്മിപ്പിക്കുന്ന എന്തെങ്കിലും കാണുമ്പോൾ അത് നമ്മെ ബാധിക്കുന്നു. മറ്റൊരാൾ ക്ഷമയ്ക്കു പകരം നമ്മളോട് ദേഷ്യപ്പെടുമ്പോൾ അത് നമ്മെ ബാധിക്കുന്നു. പുതിയ ഒരാളോട് മനസ്സു തുറന്ന് അത് പഴയതുപോലെ അല്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അത് നമ്മെ സ്പർശിക്കുന്നത്. ഞങ്ങൾക്ക് ആവശ്യമാണെന്ന് ഞങ്ങൾക്കുപോലും അറിയാത്ത ഒരു തരം സ്നേഹം നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചു, അതില്ലാതാകുന്നതുവരെ. ഞങ്ങൾക്ക് എന്താണുണ്ടായിരുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുമ്പോഴേക്കും നിങ്ങൾ എത്താത്ത അവസ്ഥയിലാണ്. അതെ, ഞങ്ങൾ നിങ്ങളെ മിസ് ചെയ്യുന്നു. എന്നാൽ അതിലുപരി ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് ഞങ്ങൾക്ക് നഷ്ടമായി. നിങ്ങൾ ചെയ്ത ആ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് അവൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയുന്നതിലും കൂടുതൽ അവൾ ചെയ്യുന്നു. 3. ഞങ്ങളത് കൂളായി കളിക്കാൻ തുടങ്ങുന്നു, പക്ഷേ ഉള്ളിൽ ഞങ്ങൾ അത്യധികം ചെയ്യുന്നു. ഒരു നല്ല മനുഷ്യനെ നമ്മൾ നിസ്സാരമായി കാണുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതെപ്പോഴും ഉടനടി സമ്മതിക്കില്ല. വാസ്തവത്തിൽ മിക്കപ്പോഴും നമ്മൾ അത് കൂളായി കഴിക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ ശല്യപ്പെടുത്താത്തതുപോലെ പെരുമാറും, എന്റെ ഏറ്റവും മികച്ച ജീവിതകഥകൾ പോസ്റ്റ് ചെയ്യും, ഒരുപക്ഷെ മറ്റൊരാളോട് യാദൃശ്ചികമായി സംസാരിക്കാൻ തുടങ്ങും. നമ്മൾ നിങ്ങളെക്കാൾ മികച്ചവരാണെന്ന് തോന്നുന്നതുകൊണ്ടല്ല, മറിച്ച് നമ്മൾ അങ്ങനെയാണെന്ന് തോന്നിപ്പിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ്. അതൊരു പ്രതിരോധ സംവിധാനമാണ്.
ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്നും സംഭാഷണങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നുണ്ടെന്നും നമ്മൾ വളരെയധികം മുന്നോട്ടു പോയിട്ടുണ്ടോ എന്നും നിങ്ങളുടെ പ്രണയത്തെ ബലഹീനതയായി തെറ്റിദ്ധരിച്ചാലോ എന്നും ഏറ്റവും മോശം ഒരുപക്ഷെ നമുക്ക് നിങ്ങളെ എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കാമെന്നും നിങ്ങളറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഉള്ളിൽ നമ്മൾ നിശബ്ദരായി രഹസ്യമായി ചുറ്റിത്തിരിയുകയാണ്. പക്ഷേ നമ്മൾ അത് കാണിക്കില്ല. സ്ത്രീകൾ ഖേദത്തെ എങ്ങനെ നേരിടുന്നു എന്നതിന്റെ ഭാഗമാണിത്. നമ്മൾ വിഭാഗങ്ങളായി വിഭജിക്കുന്നു. ശ്രദ്ധാശൈഥില്യങ്ങൾ, ശ്രദ്ധ, സാധൂകരണം എന്നിവയിൽ നമ്മൾ അതിനെ കുഴിച്ചിടാൻ ശ്രമിക്കുന്നു. പക്ഷെ അതൊന്നും യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നില്ല. കാരണം ഒരു സ്ത്രീക്ക് ഒരു പുരുഷനുമായി വൈകാരികമായി ബന്ധമുണ്ടെന്ന് തോന്നുകയും നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ അത് അപ്രത്യക്ഷമാകുന്നില്ല എന്നതാണ് കാര്യം. അത് നീണ്ടുനിൽക്കും. അത് വേട്ടയാടുന്നു. നീ മുന്നോട്ട് നീങ്ങുന്നത്, തിളങ്ങുന്നത്, ഒരുപക്ഷെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പോലും ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മളില്ലാതെ നീ അത് ചെയ്യുന്നത് നമുക്ക് കാണാം. അത് വേദനിപ്പിക്കുന്നു. കാരണം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നീ പോരാ എന്നല്ല, സമയത്തിനുള്ളിൽ നിന്റെ മൂല്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞില്ല എന്നതാണ്. പക്ഷെ അപ്പോഴും ഞങ്ങൾ തിടുക്കം കൂട്ടില്ല. ഉടനെയല്ല, ഞങ്ങൾ കാത്തിരിക്കും. നീ എത്തുമോ എന്ന് നോക്കാം. നീ ഇപ്പോഴും ശ്രദ്ധിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, പരിശോധിക്കുമെന്ന്, ആശ്ചര്യപ്പെടുമെന്ന്. നീ അങ്ങനെ ചെയ്യാത്തപ്പോൾ പരിഭ്രാന്തി ഉടലെടുക്കുന്നു. നമ്മൾ മുൻപൊരിക്കലും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ സ്വയം ചോദിക്കാൻ തുടങ്ങുന്നു. ഞാൻ വളരെ തണുത്തവനായിരുന്നോ? ഞാൻ വളരെയധികം പ്രതീക്ഷിച്ചിരുന്നോ? ഞാൻ അവനെ വിലമതിക്കുന്നില്ലെന്ന് തോന്നിപ്പിച്ചോ? അവനിപ്പോൾ എന്നെ വെറുക്കുന്നുണ്ടോ? നമ്മൾ എവിടെയാണെന്ന് നമുക്കറിയാത്തതിനാൽ നിങ്ങൾ നിശബ്ദരാകുമ്പോൾ അത് കൂടുതൽ വഷളാകുന്നു. സ്ത്രീകൾ അനിശ്ചിതത്വത്തെ വെറുക്കുന്നു, പ്രത്യേകിച്ച് എപ്പോഴും നമ്മൾ കരുതിയ ഒരു പുരുഷനിൽ നിന്ന് അത് വരുമ്പോഴാണ്. നോക്കൂ, നമുക്ക് പലപ്പോഴും സമയമുണ്ടെന്ന് നമ്മൾ കരുതുന്നു. നീ കാത്തിരിക്കുമെന്ന്. നമുക്ക് പിന്നോട്ടു പോകാം. നീ പിന്തുടരും. നിന്റെ ക്ഷമ പരീക്ഷിക്കാം. നീ അവിടെ തന്നെ തുടരും. പക്ഷേ നീ അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ, നീ വരുന്നത് നിർത്തുമ്പോൾ, വിളിക്കുന്നത് നിർത്തുമ്പോൾ, കരുതുന്നത് നിർത്തുമ്പോൾ, അപ്പോഴാണ് നമുക്കുള്ളിൽ അത് നഷ്ടപ്പെടാൻ തുടങ്ങുന്നത്. നമ്മൾ ശല്യപ്പെടുത്തുന്നില്ലെന്ന് നടിച്ചേക്കാം. പക്ഷെ എന്നെ വിശ്വസിക്കൂ, നിശബ്ദത നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന എന്തിനേക്കാളും ഉച്ചത്തിലാണ്. നമ്മൾ അവഗണിച്ച എല്ലാത്തിനും, ഞങ്ങൾ നിങ്ങളോട് മോശമായി പെരുമാറിയ എല്ലാ വഴികൾക്കും, നിങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും മുന്നിലിരിക്കാൻ അത് നമ്മെ പ്രേരിപ്പിക്കുന്നു. നീ കൂടുതൽ നേരം മൗനം പാലിക്കുമ്പോൾ ഇത്തവണ അവൻ തിരിച്ചുവരില്ലെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോഴാണ് നിന്നെ നഷ്ടമാകുന്നത് ഖേദമായി മാറുന്നത്. പശ്ചാത്താപം ഒരു ഉണർവ് കോളായി മാറുന്നു. എല്ലാ സ്ത്രീകളും അവിടെ എത്തില്ല. എന്നാൽ യഥാർത്ഥത്തിൽ കരുതലുള്ളവർ, നിന്നെ ഉണ്ടായിരുന്നപ്പോൾ അവരങ്ങനെ പെരുമാറിയില്ലെങ്കിൽ പോലും നിന്നെ നഷ്ടപ്പെടുമ്പോൾ അവർക്കത് ആഴത്തിൽ അനുഭവിക്കുന്നു. 4. അഹംഭാവം പോരാടുന്നു. അഹങ്കാരം നമ്മെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. അത് നമ്മളോട് പറയുന്നത് തെറ്റ് സമ്മതിക്കരുതെന്നും ക്ഷമാപണം നടത്തരുതെന്നും ആദ്യ നീക്കം നടത്തരുതെന്നുമാണ്. കാരണം നമ്മൾ അങ്ങനെ ചെയ്താൽ അത് ബലഹീനതയായി തോന്നുന്നു, നമുക്ക് ശക്തി നഷ്ടപ്പെടുന്നതുപോലെ. പല സ്ത്രീകളും പ്രത്യേകിച്ച് നിയന്ത്രണത്തിലായിരിക്കുകയോ പിന്തുടരുകയോ ചെയ്തിരുന്നവർ അവർ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന ബന്ധം നഷ്ടപ്പെടുത്തുമ്പോഴും ആ ശക്തിയിൽ പറ്റിനിൽക്കും. പക്ഷെ വികാരം എന്നേക്കുമായി കുഴഞ്ഞുമറിഞ്ഞു കിടക്കില്ല എന്നതാണ് സത്യം. നമുക്കത് അനുഭവിക്കുന്നു എന്നതാണ് സത്യം. നിങ്ങളെ മിസ് ചെയ്യുന്നത് തിരമാലകളായി നമ്മെ ബാധിക്കുന്നു. ചിലപ്പോൾ രാത്രിയിലെല്ലാം നിശബ്ദമാകുമ്പോൾ, ചിലപ്പോൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന എന്തെങ്കിലും കാണുമ്പോൾ, ചിലപ്പോൾ നമ്മൾ പുതിയ ഒരാളുമായി ചിരിക്കുമ്പോൾ പെട്ടെന്നത് അങ്ങനെയല്ലെന്ന് മനസ്സിലാവും. അവർ നമ്മളെപ്പോലെ തോന്നിപ്പിക്കില്ല. അപ്പോഴാണ് നമ്മുടെ വൈകാരിക ഭാഗം മുന്നോട്ടു പോകാൻ തുടങ്ങുന്നത്. നമുക്ക് ഉറക്കെ പറയാൻ കഴിയാത്തത്ര അഭിമാനം തോന്നിയ കാര്യങ്ങൾ നമ്മൾ സ്വയം സമ്മതിക്കാൻ തുടങ്ങുന്നത്. അവൻ എന്റെ മനസ്സു വായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ. സ്വയം തെളിയിക്കുന്നതിൽ അവൻ ഇതിനകം മടുത്തു എന്ന് മനസ്സിലാക്കാതെ അവൻ എന്നെ പിന്തുടരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എനിക്കവനെ ആവശ്യമില്ലാത്തതുപോലെ ഞാൻ അഭിനയിച്ചു. പക്ഷേ എനിക്കത് ശരിക്കും തോന്നി. ആ വികാരങ്ങൾ കുമിഞ്ഞുകൂടാൻ തുടങ്ങുമ്പോൾ അഹങ്കാരം നഷ്ടപ്പെടാൻ തുടങ്ങുന്നു. പക്ഷേ ഇവിടെയാണത് ബുദ്ധിമുട്ടാകുന്നത്. നമ്മൾ എല്ലായ്പ്പോഴും ആ വൈകാരിക മാറ്റം ഉടനടി കാണിക്കുന്നില്ലായിരിക്കാം. നിങ്ങളത് പുറത്ത് കാണുന്നില്ലായിരിക്കാം. നമ്മൾ മുന്നോട്ടു പോയി എന്ന് നിങ്ങൾ കരുതിയേക്കാം. പക്ഷേ ഉള്ളിൽ നമ്മൾ എന്താണ് അനുഭവിക്കുന്നതെന്നും സമ്മതിക്കാൻ ഭയപ്പെടുന്നതെന്നും നമ്മൾ മല്ലിടുകയാണ്. ചിലപ്പോൾ നമ്മൾ പരീക്ഷിക്കും. നിങ്ങളുടെ കഥകൾ കാണുന്നതുപോലെ, ഒരു പഴയ പോസ്റ്റ് ലൈക്ക് ചെയ്യുന്നതുപോലെ, നിങ്ങൾ നല്ലവനാണെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സന്ദേശം അയക്കുന്നതുപോലെ. അത് കൂടുതൽ പറയുന്നില്ല, പക്ഷെ ഞാൻ ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. എല്ലായ്പ്പോഴും ഒരു പൂർണ്ണമായ അനുരഞ്ജനം ഉടനടി പ്രതീക്ഷിക്കുന്നില്ല. പലപ്പോഴും നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്താൻ കഴിയുമെന്നും വാതിൽ അടഞ്ഞിരിക്കുന്നുവെന്നും നമ്മളെ പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടില്ല എന്നും മാത്രമാണ്.
എന്നാൽ നിങ്ങൾ ശരിക്കും അകന്നു കഴിഞ്ഞുവെന്നും വൈകാരികമായി പോയി എന്നും നിങ്ങളുടെ ഊർജം യഥാർത്ഥത്തിൽ മാറിയെന്നും നമുക്ക് തോന്നുമ്പോൾ അപ്പോഴാണ് വികാരം അഹങ്കാരത്തിലൂടെ പൂർണ്ണമായും കടന്നുപോകുന്നത്. ഒരിക്കൽ നിങ്ങളെ നഷ്ടപ്പെട്ടത് സ്ത്രീകൾ ഉറക്കെ സംസാരിക്കുന്നില്ല എന്ന തോന്നലോടെ വയറ്റിലൊരു കുഴിയായി മാറുന്നു. തിരിച്ചുവരവില്ലാത്ത ദുഃഖം. ഒരു സ്ത്രീയും അതിലിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് വേദനിപ്പിക്കുന്നതാണ്. അത് വിനയാൻവിതമാണ്. ലോകത്തിൽ നമുക്ക് എല്ലായ്പ്പോഴും സമയമുണ്ടായിരുന്നു എന്ന് കരുതിയപ്പോൾ നമ്മൾ പറഞ്ഞതും ചെയ്തതുമായ എല്ലാ കാര്യങ്ങളും വീണ്ടും ഓർമ്മിപ്പിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. 5. നമ്മളില്ലാതെ നീ തിളങ്ങുന്നത് കാണുമ്പോൾ. അത് വ്യത്യസ്തമായി മാറുന്നു. നമ്മൾ നിന്നെ ശരിക്കും മിസ് ചെയ്യാൻ തുടങ്ങുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയണമോ? വേർപിരിവിന് തൊട്ടുമിന്നാലെ അല്ലാതെ, നിശബ്ദത ആരംഭിക്കുമ്പോൾ പോലുമല്ലാതെ. ഇല്ല, നീ ജീവിതം നയിക്കുന്നത് നിർത്തിയില്ലെന്ന് നമ്മൾ കാണുമ്പോഴാണത്. ഞങ്ങൾ തിരിച്ചുവരുന്നതും കാത്ത് നീ വെറുതെ ഇരിക്കുകയല്ലെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്ന ആ നിമിഷം. അപ്പോഴാണത് സംഭവിക്കുന്നത്.